ഇന്ത്യയിൽ സംരംഭകയായ യുവതി അലാസ്കയിലെ ഒരു വിമാനത്താവളത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. ശ്രുതി ചതുർവേദി എന്ന സംരംഭക താൻ നേരിടേണ്ടി വന്ന ദുരനുഭവം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയായിരുന്നു. ഇവരുടെ ലഗേജിലുണ്ടായിരുന്ന പവർ ബാങ്ക് എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. 8 മണിക്കൂർ വരെ അവരെ ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ തടഞ്ഞുവെച്ചു. ഇന്ത്യ ആക്ഷൻ പ്രൊജക്ട്, ചായ് പാനി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറാണ് ശ്രുതി ചതുർവേദി. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ അനുഭവമാണ് ഇതെന്ന് അവർ എക്സിൽ പോസ്റ്റ് ചെയ്തു. അലാസ്കയിലെ ആങ്കറേജ് എയർപോർട്ടിലാണ് ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വിവിധ തരത്തിലുള്ള പരിശോധനകൾക്ക് അവരെ വിധേയരാക്കിയത്. തണുപ്പുള്ള ഒരു മുറിയിൽ ഏറെ നേരെ കാത്തു നിൽക്കാൻ ഉദ്യോഗസ്ഥർ അവരെ നിർബന്ധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും FBI ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു. തണുപ്പ് അകറ്റാനുള്ള വസ്ത്രങ്ങൾ, ശുചിമുറി ഉപയോഗിക്കാനുള്ള അനുമതി എന്നിവ നിഷേധിച്ചു. മൊബൈൽ ഫോണും പേഴ്സും അധികൃതർ എടുത്തുമാറ്റിയതിനാൽ ആരെയും വിളിക്കാനും കഴിഞ്ഞില്ല. ശ്രുതി ചതുർവേദി കുറിച്ച വാക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. 8 മണിക്കൂറോളം പോലീസ് ഉദ്യോഗസ്ഥരും FBI ഉദ്യോഗസ്ഥരും ചേർന്ന് തടങ്കലിൽ വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പരിഹാസ്യകരമായ നിരവധി ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ക്യാമറ ഓൺ ചെയ്തു വെച്ചിരിക്കെ പുരുഷ ഉദ്യോഗസ്ഥർ ശാരീരിക പരിശോധന നടത്തുന്നു. തണുപ്പകറ്റാൻ ഉപയോഗിച്ചിരുന്ന ജാക്കറ്റ് പോലുള്ള വസ്ത്രം അവർ മാറ്റാൻ ആവശ്യപ്പെട്ടു. മൊബൈൽ ഫോൺ, പേഴ്സ് എന്നിവയെല്ലാം വാങ്ങി തണുപ്പുള്ള മുറിയിൽ ഏറെ നേരം ഇരുത്തി. ശുചിമുറി ഉപയോഗിക്കാനോ ഫോൺ വിളിക്കാനോ അനുവദിച്ചില്ല. ഇതോടെ ഫ്ലൈറ്റ് നഷ്ടമാവുകയും ചെയ്തു. ആകെ പ്രശ്നമായത് ലഗേജിൽ ഉദ്യോഗസ്ഥർ ഒരു പവർ ബാങ്ക് കണ്ടത് മാത്രമാണ്. ഈ ദുരനുഭവത്തിൽ ഏറെ നിരാശയുണ്ടായതായി അവർ പറയുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെയും വിദേശകാര്യമന്ത്രി S ജയശങ്കറെയും പോസ്റ്റിൽ ചതുർവേദി ടാഗ് ചെയ്തിട്ടുണ്ട്. US-ൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത വിമാനയാത്രക്കിടെ ലൈംഗികാതിക്രമം നടത്തിയ ഇന്ത്യൻ വംശജനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ്. 36 വയസ്സുള്ള ഇയാളെ ഏപ്രിൽ 17-ന് കോടതിയിൽ ഹാജരാക്കും. മൊണ്ടാനയിൽ നിന്ന് ടെക്സാസിലേക്കുള്ള വിമാനത്തിലാണ് സംഭവം നടന്നത്. പരാതിയെ തുടർന്ന് എയർപോർട്ട് പോലീസും FBI-യും ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂജേഴ്സിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്നാണ് വിവരം. നിയമ നടപടികൾക്കായി ഇയാളെ മൊണ്ടാനയിലേക്ക് മാറ്റും. കുറ്റകൃത്യം തെളിഞ്ഞാൽ 2 വർഷം വരെ തടവും $2.5 ലക്ഷം പിഴയും ഇയാൾക്ക് ശിക്ഷയായി ലഭിച്ചേക്കും. FBI, US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ഡാലസ് ഫോർട്ട് വർത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് പോലീസ് എന്നിവർ ചേർന്നാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ജനുവരി 26-ന് വിമാനയാത്രക്കിടെ പ്രതിയായ ഇന്ത്യൻ വംശജൻ സഹയാത്രക്കാരിയുടെ ശരീരത്തിൽ അനുചിതമായി 2 തവണ സ്പർശിച്ചതായി മൊണ്ടാന ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ FBI സ്പെഷ്യൽ ഏജന്റ് ചാഡ് മക്നിവൻ വ്യക്തമാക്കി. ന്യൂജേഴ്സിയിലെ ലേക്ക് ഹിയാവതയിൽ നിന്നുള്ള പ്രതിക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രത്യേക വിമാന അധികാര പരിധിയിൽ നടന്ന ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതായി മൊണ്ടാന ഫെഡറൽ പ്രോസിക്യൂട്ടർ കൾട്ട് ആൽമയും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ 2 തവണ കുറ്റകൃത്യം ആവർത്തിച്ചതിന് മറ്റ് യാത്രക്കാരിൽ ചിലർ സാക്ഷികളായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തപ്പോൾ തനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നു എന്ന് പ്രതി അവകാശപ്പെട്ടു. എന്നാൽ വിമാനയാത്രക്കിടെ ഇയാൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിരുന്നതായി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.